ചേട്ടാ ചേട്ടാ ചേട്ടൻ ഈ വഴിക്കാണോ? ഈ വഴിക്കാണല്ലോ. ആ ചേട്ടാ ഒരു ലിഫ്റ്റ് വരുമോ? അതെ ഒരു മിനിറ്റ് കാരണം ഒരു കാര്യം പറഞ്ഞു. ഞാൻ ഈ പോണ വഴിക്ക് ഒരുപാട് ഹമ്പും കുഴികളൊക്കെ ഉണ്ട്. ഞാൻ വണ്ടി ബ്രേക്ക് ഇടും. അത് കുഴപ്പമില്ല ചേട്ടൻ ഹമ്പും കുഴി എത്തുമ്പോൾ ബ്രേക്ക് കിട്ടും. അല്ല കുഴപ്പമില്ലെന്നൊക്കെ ഇപ്പം പറയും, പിന്നീട് കുഴപ്പം ആവരുത്. കാരണം അല്ലേ ബ്രേക്ക് ഇടാൻ നേരത്ത് നിങ്ങൾ നമ്മുടെ ദേഹത്തൊന്നും ചിലപ്പോൾ മുട്ടും അറിയാതെയൊക്കെ. ഒരിക്കൽ ഒരു പെണ്ണിന് ഇതുപോലെ ഞാൻ ബൈക്കിൽ കയറ്റി കൊണ്ടുപോയി ഇതുപോലെ ഹമ്പും ബ്രേക്കും വന്നപ്പോൾ ബ്രേക്ക് ഇടുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് അവസാനം ആ പെണ്ണെ കൊണ്ട് ഇറക്കിയപ്പോൾ പെണ്ണ് എന്താ പറഞ്ഞതെന്നറിയാമോ? നിനക്കൊക്കെ അമ്മയും പെങ്ങന്മാരും ഇല്ലടാ, നിനക്കും ഇല്ല വീട്ടിൽ അമ്മയും പെങ്ങന്മാർ. എന്നെ ഒരുപാട് ചീത്ത പറഞ്ഞ പെണ്ണ്, തെറ്റിദ്ധരിച്ച പെണ്ണെന്നാ. ഞാൻ ടൈപ്പ് അല്ല ചേട്ടാ. കുട്ടിയെ ടൈപ്പല്ലെന്ന് എനിക്കറിയാം ചേട്ടാ. ചേട്ടാ എനിക്ക് ദൈവത്തെ പോലെയാ. അല്ല ഇവിടെ ഫ്രണ്ടിലല്ല പുറകെ പോവാൻ ചേട്ടാ. പിടിച്ചിരുന്നോ? ആ പിടിച്ചിട്ടുണ്ട് ചേട്ടാ. പിടിച്ചൊരു ഫീൽ കിട്ടണല്ലോ ചേട്ടാ. ഞാൻ വണ്ടി പിടിച്ചിട്ടുണ്ട് ഓർക്കെ. വണ്ടിയിലാണ് പിടിച്ചേ? വണ്ടിക്ക് അത്ര ഉറപ്പുള്ളതല്ലാട്ടാ. അത് കുഴപ്പമില്ല ചേട്ടാ. ഓക്കെ ശരിയെന്നാ. എന്താ ചേട്ടാ ഹമ്പെത്തിയോ? ഇല്ല ഹമ്പെന്ന് എത്തിയതല്ല. ഞാനേ വേറൊരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. ഈ വഴി പോകണമെന്ന് പറഞ്ഞല്ലേ, ഇത് എവിടെയാണ് പോകേണ്ടത്? അയ്യോ ഞാനത് പറയാൻ മറന്നു ചേട്ടാ. എന്നെ അടുത്ത് ജംഗ്ഷനിൽ ഇറക്കി വിട്ടാൽ മതി. ജംഗ്ഷനിൽ ഇറങ്ങി മതി. ഓക്കെ. ഇത് എങ്ങോട്ടാന്നൊരു ഇതില്ലല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതാ. ഓക്കെ കുഴപ്പമില്ല. വേറൊരു കാര്യം മറന്നുപോയി. ഇവിടെ പരിസരത്തുള്ളവർക്കൊക്കെ എന്നെ അറിയാവുന്നതാണ്. ഞാനൊരു കൊച്ചിനെ വെച്ചുകൊണ്ട് മുന്നേ ഒരു പെണ്ണും കൊണ്ട് പോയാലാന്ന് പറയുമ്പോൾ ഞാൻ ഏത് പെണ്ണ് എന്തെന്ന് വെച്ചാൽ ഞാൻ എന്തെന്ന് പറയും? എന്താ പേരെന്താണ്? ചേട്ടാ എൻ്റെ പേര് ആമി. ആമി. ഓക്കെ. ചേട്ടൻ്റെ പേര്? ജോ. ജോ. ചേട്ടൻ്റെ ജോലി? ജോക്ക് അങ്ങനെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, ഇതൊക്കെ തന്നെ ജോലി. ഹമ്പ് കൊണ്ട് വെച്ചേക്കണുണ്ട് അമ്മര്. അറിയാൻ പറ്റില്ല, മെനക്കെട്ട പണിയാണ്. നമ്മളെപ്പോലുള്ള ആൾക്കാർ ശ്രദ്ധിക്കുന്നത്. എത്ര പേരെ വന്നുരുണ്ട് വീഴണമെന്നറിയോ? പിടിച്ചിരുന്നോട്ടാ. വണ്ടി ഉറപ്പുള്ളതല്ല, വണ്ടിയിൽ പിടിക്കണേൽ എനിക്ക് നിന്റെ ഇഷ്ടം. ചേട്ടാ വണ്ടി കംപ്ലൈന്റ് ആണ്, അതാണ്. നീ ഒരു പെണ്ണും കൊണ്ട് പോകണമല്ലോ. അത് ചുമ്മാ ഒരു ജസ്റ്റ് ടൈം പാസ്. സമ്മതിക്കാം. ഇന്നലെ ഒരെണ്ണം, അതിന് മുമ്പത്തെ ദിവസം വേറെ എണ്ണം. ഡെയിലി ഉണ്ടല്ലോടാ. എന്ത് ചെയ്യാനാ, നമ്മുടെ ജാതകം അങ്ങനെ ആയിപ്പോയി. എടാ എന്നെ നിന്റെ ശിക്ഷണാക്കാവോ? ഓ പിന്നെ അത്ര മാത്രമൊന്നുമില്ല, ഒന്നും പോയിട്ടാണ്. നിനക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടോ? എന്തേ? നിന്റെ കഴുത്തിൽ കിടന്ന മാലയും. അയ്യോ എന്റെ കഴുത്തിൽ കിടന്ന മാല. അയ്യോ ആ പിശാച് എടുത്തോണ്ട് പോയത് തോന്നാം. എടാ സൂക്ഷിച്ചു പോടാ, കുഴി കുഴി വമ്പൊക്കെ ഉണ്ടാവും, നോക്കി പോടാ. കുഴി